കേരള സർവകലാശാലയിലെ SFI പ്രതിഷേധത്തിൽ 27 SFI പ്രവർത്തകർക്കെതിരെ കേസ്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഒന്നാം പ്രതിയാണ്. കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. മുഴുവൻ പേർക്കുമെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. മീര മനോഹരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മീര, അസാധാരണമായ ഒരു പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത്. ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് കേസ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്? ലക്ഷ്മി, തീർച്ചയായും നമ്മൾ വലിയൊരു പ്രതിഷേധമാണ് ഇന്ന് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ കണ്ടിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ നിരവധിയായ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നിലവിൽ 27 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവാണ് അതിൽ ഒന്നാം പ്രതി. അതുകൂടാതെ കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. PDPP ആക്ട് പ്രകാരമാണ് കേസെടുത്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പൊതുമുതൽ നശിപ്പിക്കുന്നതിനും പോലീസുകാരെയും സർവകലാശാല ജീവനക്കാരെയും ദ്രോഹം ഏൽപ്പിച്ചതിനുമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മുഴുവൻ പേർക്കെതിരെയും ഈ PDPP ആക്ട് പ്രധാനമായും ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാലകളിൽ കണ്ണൂര് MG ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ നിന്ന് വലിയൊരു പ്രതിഷേധമായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. ഗവർണർ നിയമിച്ചിട്ടുള്ള VC-മാർ ഈ സർവകലാശാലകളെ ഗവർണറുടെ നിർദ്ദേശമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളുടെ ടൂളായി ഉപയോഗിക്കുന്നു എന്നാരോപിച്ചിട്ടായിരുന്നു ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് SFI ആഹ്വാനം ചെയ്തത്. പ്രധാനമായും കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള സർവകലാശാലകളിലായിരുന്നു ഇന്ന് ഈ പ്രതിഷേധം നടന്നത്. യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പകലുടനീളം കണ്ടതാണ്. ഈ വലിയ പ്രതിഷേധത്തിലേക്ക് പോലീസുകാർ ലാത്തിച്ചാർജ് വെക്കേണ്ടി വരുന്ന തരത്തിലുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് പ്രതിഷേധം എത്തിയിരുന്നു. VC-മാർക്കെതിരെയാണ് കേരളയിലും കാലിക്കറ്റിലും ഉൾപ്പെടെയുള്ള VC-മാർ രാജിവെക്കണമെന്ന് ആരോപിച്ചാണ് ഈ ഒരു പ്രതിഷേധം വലിയ രീതിയിലേക്ക് പോയത്. അതിലാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ പ്രതിഷേധിച്ച 27 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. നിലവിൽ 1000 പേർ കണ്ടാൽ അറിയുന്ന 1000 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവാണ് ഒന്നാം പ്രതി. PDPP ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പാണ് എന്നുള്ളതും കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മീര മനോഹരൻ.